മനസ്സിൽ കുടിയിരുത്തുന്ന അനേക ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുണ്ട്. ഏറ്റുമാനൂർ മാത്രമല്ല, കേരളക്കരയാകെ, ഒരുപക്ഷെ കേരളത്തിന് പുറത്തു പോലും ഏറ്റുമാനൂരപ്പനെ മനസ്സിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ ആരാധിക്കുന്ന, കൊണ്ടു നടക്കുന്ന നിരവധി ഭക്തജനങ്ങളുണ്ട്. കാരണം നമ്മുടെയൊക്കെ ജീവിതത്തെ വളരെ സ്വാധീനിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രം. ഇപ്പോൾ എന്നോടൊപ്പം നിൽക്കുന്നത് ഈ ഏറ്റുമാനൂരിൻ്റെ തന്നെ മണ്ണിൽ എന്താ പറയുക, ഭഗവാനെ ധ്യാനിച്ചും ഭഗവാന്റെ നാമങ്ങൾ ഉച്ചരിച്ചും ഭഗവാന്റെ സ്തുതിഗീതങ്ങൾ ആലപിച്ചും ഒക്കെ അവരുടെ നിത്യജീവിതത്തെ താണ്ടി കടന്നു പോകുന്ന, അല്ലെങ്കിൽ നിത്യജീവിതത്തിൽ ഏറ്റുമാനൂരപ്പനെ ഓർക്കാത്ത ഒരു ദിവസം അവർക്കുണ്ടാവുന്നില്ല. ഇതുപോലെ തന്നെയാണ്, ഇതൊരു പ്രതിനിധി മാത്രമാണ് ഇവർ, അമ്മയും മോളും, ഹൃദയം. അതുപോലെ തന്നെ എന്താ മോളുടെ പേര് പറഞ്ഞേ? കൃഷ്ണദിയ. ഇവർ രണ്ടുപേരും ചേർന്ന് ആലപിച്ച ഏറ്റുമാനൂരപ്പൻ്റെ 1970കളിൽ ഇറങ്ങിയ അക്കരെ പച്ച എന്ന സിനിമയിലെ മാധുരി പാടിയിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ ഒരു ഗീതമാണ് ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ എന്ന ഗാനം. അത് ഈ കുഞ്ഞ് വളരെ ഭംഗിയായിട്ട് ആലപിച്ചു. അതിൻ്റെ ഒരു ആലാപന സൗകുമാര്യം, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ആ ഒരു കുട്ടിത്തം, നിഷ്കളങ്കത നിറഞ്ഞു നിൽക്കുന്ന ഭക്തി എന്ന് പറയില്ലേ, കുട്ടികൾ ഈശ്വരന് തുല്യരാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ദിയെ ഒന്ന് പരിചയപ്പെടുത്താം, ഒപ്പം തന്നെ ഹൃദയം നമുക്കൊന്ന് പരിചയപ്പെടുത്തിയാണ്. എന്താണ് ഹൃദയ, ഈ ഒരു സുപ്രഭാതത്തിൽ ഇവിടെ വന്ന് ഭഗവാന്റെ മുമ്പിൽ വന്ന ഒരു ഗാനാലാപനമൊക്കെ നടത്തുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം, ഒരു സംതൃപ്തിയില്ല, അതിനെ എങ്ങനെയാണ് പറയുക? തീർച്ചയായിട്ടും ഞാനിവിടെ വന്നത് 2018 അപ്പോൾ തൊട്ട് നമ്മൾ എല്ലാ വർഷവും രണ്ടാം ഉത്സവത്തിന് ഇതുപോലെ രാവിലെ പ്രഭാത ഗീതങ്ങൾ ആലപിക്കാറുണ്ട്. അപ്പോൾ മോളുണ്ടായിട്ട് മോളൊന്ന് പാടാൻ തുടങ്ങിയപ്പോൾ തൊട്ട് മോളെയും കൊണ്ട് ഞാൻ സ്റ്റേജിൽ വരുന്നതാണ്. അവളിപ്പോൾ 3ാമത്തെ വർഷമാണ് സ്റ്റേജിൽ കയറുന്നത്. അവളൊരു 3-3.5 വയസ്സായപ്പോൾ തൊട്ടിട്ട് മൂളാൻ തുടങ്ങി. നമ്മുടെ കൂടെ ഇരുന്ന് നമ്മൾ ഇങ്ങനെ പാടുന്നത്, നാമം ജപിക്കുന്നതൊക്കെ കേട്ട് മകളത് പഠിച്ചു. അപ്പോൾ ഞങ്ങളുടെ അച്ഛനാണ് AK രാമപിഷാരടി, ഇവിടെ സബ് ഗ്രൂപ്പ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്തതാണ്. അച്ഛനാണ് പറഞ്ഞത് മോളെയും കൂടെ ഉൾപ്പെടുത്തണമെന്ന്. അച്ഛൻ ഇപ്പോൾ ഞങ്ങളുടെ കൂടെ ഇല്ല. അപ്പോൾ അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഞാൻ ഈ സമയത്ത് സ്മരിക്കുകയാണ്. കാരണം അച്ഛനില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞങ്ങളിതിന് വരില്ലായിരുന്നു. അപ്പോൾ അച്ഛനാണ് നമ്മളെല്ലാറ്റിനും കൊണ്ടുവന്ന് ഇതാക്കിയത്. അച്ഛനെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ അച്ഛനാണ് മോളോട് പാടണം എന്ന് പറഞ്ഞ് മോളെ ആ 3.5 വയസ്സിൽ ഇതുപോലെ കയറ്റിയത്. അപ്പം അന്ന് അവൾ പാടാൻ തുടങ്ങി. പിന്നെ ഇത് ഇപ്പോൾ വരെയും നമുക്ക് വളരെ സന്തോഷം നൽകുന്ന, അല്ലെങ്കിൽ മനസ്സിന് ഭയങ്കര തൃപ്തി നൽകുന്നതാണ് ഏറ്റുമാനൂരപ്പൻ്റെ പാട്ട്. ഇപ്പോഴും അത് പാടി നിർത്തുമ്പോൾ നമുക്ക് കണ്ണിൽ ആ ഭക്തി നിറയുന്നതായിട്ട് തോന്നും. തീർച്ചയായിട്ടും ആർദ്രമാവാൻ, നമ്മുടെ ഇത്രയും ഹെക്റ്റിക് ആയിട്ടുള്ള ഈ ജീവിതത്തിൻ്റെ ഇടയിൽ തീർച്ചയായിട്ടും ഭഗവാനിലേക്ക് അടുക്കുക എന്ന് പറയുന്നത് വളരെ ഇത് ചെറുപ്പം തൊട്ടേ അതങ്ങനെ വേണം എന്നെനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവളും ആ ഒരു പാതയിലാണ് പോകുന്നത്. ഭയങ്കര സന്തോഷം നിങ്ങളെയും പരിചയപ്പെടാൻ പറ്റിയതിൽ. തീർച്ചയായിട്ടും. കൃഷ്ണദിയ എന്ത് പറയുന്നു? കൃഷ്ണദിയ പാട്ടുപാടിയപ്പോ എന്താ തോന്നിയേ? എനിക്ക് മുത്തശ്ശനെ തോന്നി. മുത്തശ്ശനെ ഓർത്തു. അപ്പോ മുത്തശ്ശനാണോ പാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അല്ലേ മോളോട്? അമ്മയെ പഠിപ്പിച്ചു തന്നത്? അതെ. ഏതോ ഒന്ന് പാടി ആ പാട്ട് പാടി വീണ്ടും ഒന്ന് പാടുമോ? മോളൊന്ന് പാടും. ഏഴര പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ, തൊഴുന്നേ ഞാൻ തിരുനാഗത്തടയിട്ട തൃപ്പാദം. നമ ശിവായ നമ ശിവായ നമ ശിവായ. കേട്ടല്ലോ പ്രേക്ഷകരെ, ഇതാണ് ഓരോ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങൾ ഈശ്വര തുല്യരാണെന്ന് പൂർവികർ പറഞ്ഞിട്ടുണ്ട്. കാരണം വളരെയധികം നിഷ്കാമമായ, നിസ്വാർത്ഥമായ ഭക്തിയുടെ സ്ഫുരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. ഇത് ഒരു അമ്മയും മോളുടെയും മാത്രമുള്ള ഒരു അഭിമുഖമായിട്ടല്ല ഞങ്ങൾ സംപ്രേഷണം ചെയ്യുന്നത്. നേരത്തെ ഹൃദയ പറഞ്ഞതുപോലെ അച്ഛനിലൂടെ ലഭിച്ച ഒരു സംസ്കാരം നിത്യജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ടുന്ന, അല്ലെങ്കിൽ അനുവർത്തിക്കേണ്ടുന്ന ചിട്ടയും ക്രമീകരണങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ പകർത്തുമ്പോഴാണ് അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. തീർച്ചയായും അമ്മയിൽ നിന്നും പകർന്നു കിട്ടിയ ആ ഒരു സംസ്കാരമാണ് മോള് കൃഷ്ണദിയയിലേക്കും കടന്നു വന്നത്. അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുമ്പോൾ വ്യക്തിയും കുടുംബവും സമൂഹവും ചേരുന്ന രാഷ്ട്രങ്ങളുടെ പുരോഗതിക്ക് വേണ്ടി നിർമ്മിതമായ ഈ ക്ഷേത്ര സംസ്കാരത്തെ ഒരു അമ്മയും കുഞ്ഞിലൂടെ ഞങ്ങൾ ഒരു പ്രതീകവൽക്കരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ തീർച്ചയായും ഇത് ഒരു സന്ദേശമാണ്. നാം നമ്മളെ തിരിച്ചറിയണമെങ്കിൽ ക്ഷേത്രത്തെ അറിയണം. ക്ഷേത്രം ഗാത്ര സമാനമാണ് എന്ന് ക്ഷേത്ര മീഡിയയുടെ ഒരു വലിയ പരസ്യത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം നമ്മൾ ക്ഷേത്രത്തെ അറിയുക എന്നാൽ അത് അവനവനെ തന്നെ തിരിച്ചറിയുന്നതിന് തുല്യമാണ്. കാരണം ഈ ക്ഷേത്രം എന്ന് പറയുന്നത് കൃഷ്ണൻ പാർത്ഥനോട് പറഞ്ഞു,
ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രം ഇത്യഭിധീയതേ എന്ന്. ഇത് ശരീരതുല്യമാണ് ക്ഷേത്രം എന്ന് പറയുന്നത് പാർത്ഥ. അതുകൊണ്ട് ക്ഷേത്രത്തെ എപ്രകാരം പരിപാലിക്കുന്നുവോ അത്രമാത്രം നമ്മുടെ ശരീരത്തെയും നമ്മൾ പരിപാലിക്കണം. പഞ്ചഭൂതങ്ങൾ നിറഞ്ഞ ഈ ശരീരത്തിൻ്റെ എല്ലാ അംശങ്ങളും ഈശ്വരീയമാണ് എന്നുള്ള ആ തിരിച്ചറിവിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്ന പരിപാവനമായ ഒരു ഇടത്തിൽ നിന്നുകൊണ്ട് ക്ഷേത്ര മീഡിയ വിഷ്ണു ചന്ദ്രനോടൊപ്പം മണിക്കൻ മഞ്ഞാടി ഈ ഒരു അഭിമുഖം നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഹൃദയയ്ക്കും അതുപോലെ തന്നെ കൃഷ്ണദിയയ്ക്കും ആയുരാരോഗ്യ സൗഖ്യാദി സമൃദ്ധി ഉണ്ടാവട്ടെ ഏറ്റുമാനൂരപ്പൻ്റെ കൃപാകടാക്ഷത്തോടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.